ഇതൊരു ഡി വി ആർ ആണ്. ഡി വി ആർ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ. ഇതിപ്പോൾ 16 ചാനലിൻ്റെ ഒരു ഡി വി ആർ ആണ്. 16 ചാനൽ ഡി വി ആർ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ 16 ക്യാമറകളെ നമുക്ക് കുത്താൻ പറ്റും. അതായത് അനലോഗ് ക്യാമറകൾ 16 ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു അനലോഗ് ക്യാമറയാണ്. ഇത് പഴയൊരു കമ്പനിയുടെ ഒരു അനലോഗ് ക്യാമറയാണ്. പക്ഷേ അനലോഗ് ക്യാമറകളെല്ലാം തന്നെ ഇതേപോലെയുള്ള കണക്ടറുകളായിരിക്കും യൂസ് ചെയ്യുക. അതായത് ഇത് BNC കണക്ടറാണ്. ഈ ക്യാമറയെ നമുക്ക് ഈ ഡി വി ആറുമായിട്ട് കേബിൾ വഴി കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇതേപോലെയുള്ള BNC കണക്ടേഴ്സ്. കണ്ടോ, ഇങ്ങനെയുള്ള BNC കണക്ടറുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഇത് DC കണക്ടറുകളാണ്. ഇങ്ങനെയുള്ള കണക്ടറുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ അനലോഗ് ക്യാമറ നമ്മുടെ ഈ ഡി വി ആറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇനി ഡി വി ആറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ റെക്കോർഡിംഗ് യൂണിറ്റ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് ഇടുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതുകൊണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഹാർഡ് ഡിസ്ക് ഇവിടെ ഇടാൻ പറ്റും. ആ ഹാർഡ് ഡിസ്ക് നമ്മൾ ഇതേപോലെയുള്ള സാറ്റ ഡാറ്റ കണക്ടർ ഉണ്ട്, അതുപോലെ തന്നെ സാറ്റ പവർ കണക്ടർ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്യും. ഈ ബോർഡിലേക്ക് അത് വർക്കാവും. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ക്യാമറയെ നമ്മുടെ ഈ ഡി വി ആറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന മൊമെൻറ്റ് മുതൽ ഈ ക്യാമറ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഈ ക്യാമറ നമുക്ക് മൊബൈൽ ഫോണിലും കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് RJ45 പോർട്ട് ഉണ്ട്. ഇത് നമ്മുടെ ഇൻ്റർനെറ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊബൈലിൽ കാണാൻ പറ്റും. ഇത് HDMI പോർട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മുടെ LED TVകളുമായിട്ടൊക്കെ നമുക്ക് നേരിട്ട് ഈ ഡി വി ആർ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് VGA പോർട്ടാണ്. നമുക്ക് പഴയ മോണിറ്ററിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഈ രണ്ട് പോർട്ടുകളും ഓഡിയോ ഇന്നും ഓഡിയോ ഔട്ടിനും വേണ്ടി ഉപയോഗിക്കുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇതേപോലെയുള്ള പോർട്ടുകളൊന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ അനലോഗ് ക്യാമറകളിലാണെങ്കിലും ക്യാമറയ്ക്ക് ഉള്ളിൽ തന്നെ ഇപ്പോൾ മൈക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റ് ഒരു മൈക്കിൻ്റെ ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ലാത്തതുകൊണ്ട് ആ പോർട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ അനലോഗ് ക്യാമറകൾക്ക് പവർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു SMBS എന്ന് പറഞ്ഞ ഉപകരണമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ആക്ച്വലി ഒരു അനലോഗ് ക്യാമറ സിസ്റ്റം നമ്മൾ വീട്ടിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരുന്ന സാധനങ്ങൾ. ഇതാണ് നമ്മുടെ NVR എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഡി വി ആറിൽ കണ്ട പോലെ ഒരുപാട് പോർട്ടോ കാര്യങ്ങളൊന്നും ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നമ്മൾ കണക്ട് ചെയ്യുന്ന എല്ലാ ക്യാമറകളും ഈ ഒരു സിംഗിൾ പോർട്ടിനുള്ളിലൂടെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി NVRലും നമ്മുടെ ഡി വി ആറിൽ കണ്ട പോലെ തന്നെ ഹാർഡ് ഡിസ്ക് ഇടാവുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഇതേപോലെയുള്ള സാധനമാണ് കേട്ടോ. ഇതിനകത്തേക്കാണ് വീഡിയോ റെക്കോർഡ് ആകുന്നത്. ഇനി നമുക്ക് ക്യാമറകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് POE സ്വിച്ചുകൾ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഒരു POE സ്വിച്ച്. ഇത് ഹിക്യൂഷൻ്റെ ഒരു POE സ്വിച്ചാണ്. അപ്പോൾ ഇതിൽ 8 പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പോർട്ടുകളിലാണ് നമ്മൾ ക്യാമറ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ 8 ചാനലിൻ്റെ NVR ആണ് എടുത്തേക്കണമെങ്കിൽ 8 ചാനലിൻ്റെ IP ക്യാമറ കുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള POE സ്വിച്ചുകൾ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഈ 2 പോർട്ടുകൾ എന്തിനാണെന്ന് വെച്ചാൽ ഒരെണ്ണം മോഡം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരെണ്ണം NVR കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ബാക്കി പോർട്ടുകളിലായിരിക്കും നമ്മൾ ക്യാമറ കണക്ട് ചെയ്യുക. ഇനി ക്യാമറയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള നല്ല ഹൈ ക്വാളിറ്റി ക്യാമറാസ് ആയിരിക്കും വരുന്നത്. ഇതൊരു ബുള്ളറ്റ് ക്യാമറയാണ്. ഹിക്യൂഷൻ്റെ ഒരു ബുള്ളറ്റ് ക്യാമറയാണ്. ബ്രാൻഡിന് ഇവിടെ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ഏത് ബ്രാൻഡ് വേണം നമുക്ക് യൂസ് ചെയ്യാം. എന്തായാലും ഇതേപോലെയുള്ള പോർട്ടായിരിക്കും നമുക്ക് RJ45 പോർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പോർട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ നമ്മുടെ POE സ്വിച്ചിൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ കഴിയുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു NVRൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കണ്ടതും. കണ്ടോ, ഈ IP ക്യാമറകളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ മൊബൈൽ ഫോൺ പോലെ തന്നെ ഡിജിറ്റൽ ക്യാമറകളാണ് IP ക്യാമറകളും. അതുകൊണ്ട് തന്നെ ഈ ഒരു NVRൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൊബൈൽ ഫോണിലേക്ക് ഒരു IP ക്യാമറ വെച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പക്ഷേ ഒരു അനലോഗ് ക്യാമറയാണ് നിങ്ങൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള DVRകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ക്യാമറകൾ ഒരിക്കലും നമ്മുടെ ഫോണിലേക്ക് കാണാൻ സാധിക്കുകയില്ല. DVR ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാമറകൾ കാണാൻ സാധിക്കും. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ IP ക്യാമറകളുടെ അത്രയും ക്വാളിറ്റീസ് ഒരിക്കലും അനലോഗ് ക്യാമറയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളൊരു ക്യാമറ സിസ്റ്റം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി നോക്കുക കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു റോഡിൻ്റെ പ്രൊജക്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു അസോസിയേഷനാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. ഞാനവിടെ പോയി നോക്കിയപ്പോഴത്തേക്ക് ഒരു 3 ലൊക്കേഷൻസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഇവിടെയൊക്കെയാണ് ക്യാമറ വേണ്ടത് ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇതേപോലെയുള്ള 4 മെഗാപിക്സൽ IP ക്യാമറ അവർക്ക് സജസ്റ്റ് ചെയ്തു. ഇതൊരു LPD ക്യാമറയാണ്, ലൈസൻസ് പ്ലേറ്റ് ഡിറ്റക്ഷൻ ക്യാമറയാണ്. ആ റൂട്ടിലൂടെ പോകുന്ന എല്ലാ വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് ഈ ഒരു ക്യാമറ അവർക്ക് ക്യാപ്ചർ ചെയ്ത് കൊടുക്കും.
അതുപോലെ തന്നെ അതിൽ പോകുന്ന വ്യക്തികളുടെയൊക്കെ ഫേസ് നല്ല രീതിയിൽ ഈ ഒരു ക്യാമറയ്ക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കും. എനിക്ക് ആ ഒരു വർക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. പക്ഷേ ഞാൻ പറയാനുള്ളത് കൃത്യമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഏറ്റവും നല്ല ക്യാമറ, അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ കൂടിയ മറ്റേതെങ്കിലും മോഡൽ ക്യാമറ റോഡിലേക്ക് വെക്കുമ്പോൾ എന്തായാലും എടുക്കണം. നമ്മുടെ വീട്ടിലേക്ക് എടുക്കുന്ന രീതിയിലാവരുത്. ഇനിയിപ്പോൾ ചിലപ്പോൾ മറ്റൊരു ടെക്നീഷ്യൻ അവിടെ വന്ന് കണ്ടിട്ട് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വീട്ടിലേക്കുള്ള ക്യാമറ എടുത്ത് അവിടെ വെച്ചെന്ന് വരും. പക്ഷേ അന്നേരം ആ ക്യാമറ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഇതേപോലെ ആയിരിക്കും. അതൊരു കാറാണ് അങ്ങോട്ട് ഓടിപ്പോയത്. കാറാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല അല്ലേ? കാരണം അത് ആ ഒരു റോട്ടിലേക്ക് വെക്കുന്ന ക്യാമറയല്ല. ഒരു വീട്ടിൽ വെക്കുന്ന ക്യാമറയാണ് ഒരു റോട്ടിലെടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു പ്രോഡക്റ്റ് ഒരു റോട്ടിലേക്ക് ചൂസ് ചെയ്യുമ്പോൾ അത് റോഡിന് പറ്റിയതായിരിക്കണം. വീട്ടിലേക്ക് ചൂസ് ചെയ്യുമ്പോൾ അത് വീടിന് പറ്റിയതായിരിക്കണം. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ക്യാമറകളും ഡിഫറൻ്റ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു കമ്പനിക്ക് തന്നെ എത്രത്തോളം മോഡൽ പ്രോഡക്റ്റ് ആണ്. എല്ലാ കമ്പനികൾക്കും എന്നാൽ പിന്നെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ പോരായിരുന്നു ഈ ക്യാമറ. പക്ഷെ അങ്ങനെയല്ല നിർമ്മിക്കുന്നത്. 2.8mm ലെൻസുള്ള ക്യാമറയുണ്ട്, 98 ഡിഗ്രി വൈഡ് ആംഗിൾ ആണ്. 3.6mm ലെൻസുള്ള ക്യാമറയുണ്ട്, അറൗണ്ട് 83 ഡിഗ്രി വൈഡ് ആംഗിൾ ആണ്. അതുപോലെ തന്നെ 4mm ലെൻസുള്ള ക്യാമറയുണ്ട്, അറൗണ്ട് 77 ഡിഗ്രി വൈഡ് ആംഗിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ടൈപ്പ് ക്യാമറകളിലെല്ലാം മാക്സിമം ഡിസ്റ്റൻസ് കവറേജ് ആണെന്നുണ്ടെങ്കിൽ ഒരു 8 മീറ്റർ, 10 മീറ്റർ, 12 മീറ്റർ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ FOV വരുന്നുണ്ട്, മാക്സിമം ഡിസ്റ്റൻസ് കവറേജ് വരുന്നുണ്ട്. ഇനി PT ക്യാമറകളുണ്ട്, PTZ ക്യാമറകളുണ്ട്, വേരി ഫോക്കൽ ക്യാമറയുണ്ട്. ഇപ്പോൾ ഇതൊരു വേരി ഫോക്കൽ ക്യാമറയാണ്. ഇതിൻ്റെ ലെൻസ് വരുന്നത് 2.7 to 13.5 mm ആണ്. നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് കോൺഫിഗറേഷൻ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ക്യാമറയാണ് ഇത്. ഇതേപോലെ എന്തോരം ക്യാമറയുണ്ട്. ഇനി നൈറ്റ് വിഷൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്രാറെഡ് ക്യാമറയുണ്ട്, സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറയുണ്ട്, അങ്ങനെ പല മോഡൽ ക്യാമറയുണ്ട്, ഫുൾ ടൈം കളർ തരുന്ന ക്യാമറയുണ്ട്. ഈ ക്യാമറകളെല്ലാം തന്നെ നമുക്കിങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എടുക്കുന്ന ക്യാമറ ആ പർട്ടിക്കുലർ ഏരിയയ്ക്ക് സ്യൂട്ടാണോ എന്ന് നോക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടെക്നീഷ്യൻ എടുക്കണം എന്നുദ്ദേശത്തോടെയാണ് മാനുഫാക്ചർ ഇതെല്ലാം നിർമ്മിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരേ മെറ്റീരിയൽ, ബിൽഡിംഗ് മെറ്റീരിയൽ 2 എഞ്ചിനീയർമാർക്ക് കൊടുത്തുകൊണ്ട് 2 ബിൽഡിങ്ങുകൾ പണിയുവാണെങ്കിൽ ചിലപ്പോൾ പണി അറിയില്ലാത്ത ഒരുത്തം പണിയണവന് മോശമായി പോകാനുള്ള സാധ്യതയില്ലേ? അപ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റിനെയാണോ കുറ്റം പറയേണ്ടത്? ആ ബിൽഡിംഗ് മെറ്റീരിയലിനെയാണോ കുറ്റം പറയേണ്ടത്? ആ ഒരു വ്യക്തിയല്ലേ പറയേണ്ടത്? അതേപോലെ എല്ലാ കുറ്റവും ക്യാമറയുടെ മുകളിൽ കൊണ്ട് ഇടാതെ നമ്മൾ ആ ടെക്നീഷ്യനെയാണ് കുറ്റം പറയേണ്ടതെന്നാണ് ഞാൻ പറയണത്. അതായത് ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യേണ്ടത് ഒരു സെയിൽസ് ജോബ് ചെയ്യുന്ന സെയിൽസ് മാനേജർ അല്ല, ഒരു ടെക്നീഷ്യൻ ആയിരിക്കണം, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻ. അയാൾക്ക് ഇതേപോലെയുള്ള കുറേ ക്യാമറകളൊക്കെ വെച്ച് ഒരു പരിചയം വേണം. എന്നെങ്കിൽ മാത്രമാണ് ഒരു സൈറ്റ് കാണുമ്പോൾ ഈ ഒരു ഏരിയയിൽ ഈ ക്യാമറയാണ് പറ്റുന്നത്, ഈ ഏരിയയിൽ ഈ ക്യാമറയാണ് പറ്റുന്നത്, എന്നിട്ട് അത് കൃത്യതയോടുകൂടി കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കസ്റ്റമറുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള രീതിയിൽ ക്യാമറ ചൂസ് ചെയ്യണം. നെക്സ സിസ്റ്റം അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ടെക്നീഷ്യനെയാണ് സൈറ്റിലേക്ക് വിടുന്നത്. ടെക്നീഷ്യനാണ് ഒരു പർട്ടിക്കുലർ പോയിന്റ് കണ്ടിട്ട് അവിടെ ഏത് ക്യാമറ ചൂസ് ചെയ്യണം തീരുമാനിക്കണം, എന്നിട്ട് കറക്റ്റായിട്ട് എഴുതിക്കൊണ്ട് വരും. ഞങ്ങൾ ഈ നെക്സ സിസ്റ്റം കാലിക്കറ്റ് മുതൽ തിരുവനന്തപുരം വരെ സർവീസ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ സർവീസ് ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഈ ദൂരെ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ചിന്തിക്കുന്നത് അവന്മാർ എറണാകുളത്താണ് ഇരിക്കുന്നത്, അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഒരു വർക്കോട് കൂടി ഞങ്ങളുടെ പേര് മോശമാക്കി കളയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. 72 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് തരാൻ പറ്റുന്ന ഉറപ്പുള്ളൊരു സ്ഥലമാണ് ഈ പറയുന്ന കാലിക്കറ്റിനും ഈ തിരുവനന്തപുരത്തിൻ്റെ ഇടയിലുള്ള ഏരിയ. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ എന്തായാലും ആ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ എന്തായാലും നിങ്ങൾക്ക് സർവീസ് തന്നിട്ടുണ്ടാകും. അതിനെപ്പറ്റി നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം ഇത്രയും വർഷമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റിനകത്ത് നല്ല ഉറപ്പുണ്ട്. അതിനകത്ത് അങ്ങനെ പെട്ടെന്നൊന്നും കംപ്ലൈൻ്റ് ഒന്നും വരുമില്ല. ഇനി അഥവാ വന്നാൽ തന്നെ 50-60% ഇഷ്യൂസൊക്കെ ഞങ്ങൾക്ക് റിമോട്ടായിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. വളരെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ചിലപ്പോൾ അവിടെ വരേണ്ടതായിട്ട് വരുള്ളൂ. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മാത്രമല്ല എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ വെച്ചിരിക്കുന്ന ഈ ക്യാമറ ഇതങ്ങ് കത്തിപ്പോയാൽ പോലും ഞങ്ങൾ അവിടെ വേറൊരു ക്യാമറ കൊണ്ട് വെച്ചിട്ടാണ് ആ പ്രോഡക്റ്റ് സർവീസിന് തിരിച്ചെടുക്കുന്നത്. അതാണ് ഞങ്ങൾ തരുന്ന ഉറപ്പ്. അതായത് AMC 1 ഇയർ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വരുന്ന വർഷങ്ങളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും AMC പുതുക്കാനുള്ള അവസരവും നെക്സ സിസ്റ്റം തരുന്നുണ്ട്. അത് വളരെ കുറഞ്ഞ ചിലവിലാണ് തരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ക്യാമറകൾ IP ക്യാമറകൾ മാത്രമാണ് ഇൻസ്റ്റലേഷൻ ചെയ്തത്. അനലോഗ് ക്യാമറ സിസ്റ്റം ഞങ്ങൾക്ക് ഇല്ല. അതേപോലെ വൈഫൈ ക്യാമറകളുടെ സിസ്റ്റം ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം അതൊക്കെ വളരെ കുറഞ്ഞ മോഡൽ സാധനങ്ങളാണ്. അതൊന്നും ഒരിക്കലും ഒരു ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റം എന്നുള്ള ലേബലിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന സാധനങ്ങളല്ല. പിന്നെ ഹാവൽസിൻ്റെയൊക്കെ ഓതറൈസ്ഡ് ഓട്ടോമേഷൻ പാർട്ണറുമാണ് നെക്സ സിസ്റ്റം.
അതുപോലെ പല ബ്രാൻഡുകളുമായിട്ട് ഡയറക്റ്റ് ടൈപ്പ് ഉള്ള കമ്പനിയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാം. 100% സർവീസ് ആൻഡ് സപ്പോർട്ട് ഗ്യാരണ്ടീഡ് ആണ്. അക്കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.